എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നത് സച്ചിനെ ശ്രീകാന്ത് ഫോൺ ചെയ്യണം. ഫോൺ ചെയ്തിട്ട് വെച്ചു, അല്ല ഏട്ടൻ എവിടെയാന്ന് ചോദിക്കുക. എടാ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, എന്നെ ഏട്ടത്തെ വിളിച്ച് പറഞ്ഞാന്ന് പറയും. ഏട്ടത്തി വന്നിട്ടുണ്ടെന്ന് പറയാണ്. അവൾ ഒറ്റയ്ക്കോ? അതെ ഒറ്റയ്ക്കാ വന്നിരിക്കുന്നത്. അതെ അവളോട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാൻ പറ, അവളോട് ഇങ്ങോട്ടെങ്ങും വരണ്ടെന്ന് പറയണം കേട്ടോ എന്ന് പറയാം. അതൊക്കെ ഞാൻ പറഞ്ഞോളാം ഏട്ടാ, പോലീസ് സ്റ്റേഷനിൽ എന്നിട്ടൊരു പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയാം. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ലടാ, മഹേഷിനെ ഒന്ന് കാണണം, പാവം അവൻ വല്ലാത്ത സങ്കടത്തിലാന്ന് പറയാണ്. ശരി നീ അങ്ങോട്ട് വന്നേരെ, ഞാൻ അങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഫോൺ വെക്കുവാണ്. പിന്നീട് സച്ചി നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പം കാണുന്ന കാഴ്ച മഹേഷിനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ കാഴ്ച കണ്ടും സച്ചി പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്നു. കയറി ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പരിപാടിയായി കാണിക്കണേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ ആരോ ചതിച്ചാന്ന് പറയണം. ഈ സമയത്ത് ഒരു പോലീസുകാരൻ ചോദിച്ചു, നീ ആരാടെന്ന് ചോദിക്കണം. സാറേ എന്റെ വണ്ടിയായിരുന്നത്, ഇവനെ ഓടിക്കാൻ കൊടുത്താ, ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ നാട്ടിൽ പോയ സമയത്ത്, ആ സമയത്ത് ഇവന് ഓട്ടം പോയപ്പോൾ ആരോ ഇവനെ ചതിച്ചാന്ന് പറയാ, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, ഇവനെ വെറുതെ വരണമെന്ന് പറയാം. ഇവിടുന്ന് മഹേഷും പോലീസുകാരനോട് പറഞ്ഞു, സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സാറിന് കാര്യം ചെയ്യും, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും, എന്നെ വെറുതെ പറഞ്ഞു സാറേ, വണ്ടി എന്റേതും കൂടെ അല്ല, ഇതേ എന്നെ ഓടിക്കാൻ ഏൽപ്പിച്ച എനിക്ക് ആ വണ്ടി തിരിച്ചു കൊടുക്കണം സാറേ എന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാടാ, പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ പല അവന്മാരും ഇതൊക്കെ തന്നെയാ പറയണേ, നിന്റെ കൂടുതൽ അഭ്യാസം ഒന്നും വേണ്ട, അങ്ങോട്ട് മാറിപ്പോയിരിക്കാൻ പറയണേ. ഈ സമയത്ത് സച്ചിയോട് പോലീസുകാരൻ്റെ പറഞ്ഞു, സാറേ ഒരു തെറ്റും ചെയ്യാത്ത എന്തിനാ വെറുതെ അവനെ പിടിച്ചിട്ടിരിക്കുന്നത്, ഞങ്ങൾ വെറുതെ വിട് സാറേ, ഒരു തെറ്റും ചെയ്യില്ല, ഞങ്ങൾ തെറ്റ് ചെയ്യില്ല ഞങ്ങൾക്ക് തെളിയിക്കാണ്ട് സാധിക്കും സാറേ, ഒന്ന് അവനെ ഒന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി, എന്റെ വണ്ടിയാ സാറേ, അതുകൊണ്ടാണ് ഞാൻ ഉപജീവന മാർഗം നടത്തുന്നത്, ഞങ്ങൾ ഒരിക്കലും അങ്ങനെയും ചെയ്യുന്നതല്ല സാറേ എന്ന് പറയാണ്. പക്ഷെ ഇതൊന്നും കേൾക്കാനായിട്ട് ആ പോലീസുകാരൻ കൂട്ടാക്കിയില്ല. ഈ സമയത്ത് പുറത്തുനിന്ന് ഒരാളും കൂടി കയറി വന്ന്, യൂണിഫോമിലൊന്നും അല്ലായിരുന്നു, നോർമൽ സ്റ്റേജിലുള്ള ക്യാഷ്വൽ ഡ്രസ്സൊക്കെ ആയിരുന്നു ധരിച്ചിരുന്നത്. അങ്ങനെ അയാൾ കയറി ചോദിച്ചു, എന്താ ഇവിടെ പ്രശ്നം, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് മഹേഷ് എന്ത് ചെയ്യണം, ഓടി ചെന്നിട്ട് പറഞ്ഞതേ, ഇവര് ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നെ വെറുതെ പിടിച്ച് അകത്തിട്ടിരിക്കുക, കാരണം അത് കഞ്ചാവ് കടത്തിയെന്നും പറഞ്ഞ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം. ഓഹോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നതല്ലേ, ആ അപ്പൊ നീ കള്ളത്തരം കാണിച്ചിട്ട് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് സത്യസന്ധനാവും അല്ലേ, നിന്നെ ഞാനെന്ന് പറഞ്ഞ ഒറ്റ അടി മഹേഷിനിട്ട് കൊടുക്കുകയാണ്. ഇത് സച്ചിക്ക് സഹിച്ചില്ല. സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ട് വന്നിട്ട് അയാളെ പിടിച്ചിട്ട് അയാളെ തലങ്ങും വിളക്കം കുറെ എണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്റെ കൂട്ടുകാരന്റെ തല്ലുന്നോടാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പോലീസുകാരൻ വന്ന് തടഞ്ഞെടുത്തിട്ട്, നീ എന്ത് പരിപാടിയെ കാണിച്ചേ, ഇത് ആരാന്നറിയോ, ഇത് ഇവിടുത്തെ SI ആന്ന് പറയാണ്. പെട്ടെന്ന് വെച്ചു, അയ്യോ സാറേ അറിഞ്ഞില്ല, യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് മനസ്സിലായില്ല, എന്നോട് ക്ഷമിക്കണം, ഞാൻ ആളറിയാ തല്ലിയതാന്ന് പറയാം. നീ എന്നെ തല്ലുവല്ലേടാ എന്നും ചോദിച്ചോണ്ട് സച്ചിനെ എടുത്തിട്ട് പെരുമാറുവാണ്. മഹേഷും വന്ന് കാലേ വീഴുന്നുണ്ട്, അവനെയും ചെയ്യരുത്, അവനെ അറിയാതെ പറ്റിപ്പോയതാ, ഒരു അബദ്ധം പറ്റിപ്പോയതാന്ന് പറയാം. ഈ സമയത്ത് ഒരു ഓട്ടോറിക്ഷയെ പുറത്ത് രേവതി വന്ന് ഇറങ്ങുന്നേ. രേവതി നേരെ വന്നിട്ട് SI എവിടെയാ, അകത്തുണ്ടെന്ന് പറയാണ്. രേവതി അകത്തേക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച സച്ചിനെ എടുത്തിട്ട് പെരുമാറുന്നതാണ്. ഈ കാഴ്ച കൊണ്ട് രേവതിക്ക് സഹിച്ചില്ല. രേവതി പെട്ടെന്ന് അകത്തേക്ക് ഓടി ചെന്നിട്ട് പറഞ്ഞു, അയ്യോ എന്റെ ഭർത്താവിനെ തല്ലല്ലോ, ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം എന്ന് പറഞ്ഞുകൊണ്ട് നടുക്കിലേക്ക് അങ്ങോട്ട് കയറി നിൽക്കുകയാണ്. പെട്ടെന്ന് പോലീസുകാരനങ്ങ് രേവതിനങ്ങ് മാറ്റിയെടുത്താൻ നോക്കി, അങ്ങോട്ട് മാറി നിൽക്കാം, അങ്ങോട്ട് ഇതിന്റെ ഇടയ്ക്കേക്ക് വന്ന് കയറലെന്ന് പറയണേ. രേവതി പറഞ്ഞു, ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്റെ ഭർത്താവ് നിരപരാധിയാ, ആരോ ചതിച്ചതാ, അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അദ്ദേഹം ഇങ്ങോട്ട് വന്നത്, ഒരു തെറ്റും ചെയ്യലെന്ന് കൈകൂപ്പുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കില്ല. ആ SI എന്ത് ചെയ്യണം, രേവതിനെ കയ്യെ പിടിച്ച് മാറ്റിവിട്ട് അങ്ങോട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് അവിടെ മാറിയുന്നു, അല്ലെങ്കിൽ നിന്നെയും കൂടെ ഞാൻ പിടിച്ച് അകത്താക്കും, നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറയണേ. ഇത് കേട്ട സച്ചി ചോദിച്ചു, അവളെന്റെ ഭാര്യയാ സാറേ, അവളുടെ നേരെ കൈ പൊക്കാൻ സാറിന് ധൈര്യമുണ്ട്, ഒന്ന് പൊക്കിക്ക് ഒന്ന് കാണട്ടെ എന്ന് പറയണ. ഇത് കേട്ടതും SIക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു. SI വീണ്ടും സച്ചിനെ അടിക്കുവാണ്. രേവതി കേട്ട് പറഞ്ഞു, സാറ് ഉപദ്രവിക്കരുത്, പാവം, ഇപ്പൊ ഇവന് തല്ലുന്ന എന്തിനാണെന്നറിയാവോ, ഇവനെ SIയുടെ നേരെയാ കൈ പൊക്കിയത്, അല്ലാതെ കഞ്ചാവ് കടത്തിയ കേസിലല്ല ഇവനെ ഞാൻ തല്ലുന്നേ എന്ന് പറയണം. രേവതി പറഞ്ഞു, സാറേ ആളറിയാതെ ചെയ്തായിരിക്കും, അല്ലാതെ ഒരു കാരണവശാലും അദ്ദേഹം അങ്ങനെയും ചെയ്യില്ല, എന്റെ ഭർത്താവ് നല്ലവനാന്ന് പറയണം. പക്ഷെ അതൊന്നും കേൾക്കാൻ കൂടാക്കിയില്ല. അവര് നേരെ രേവതിയോട് കയർക്കൊണ്ടാന്ന്. ഈ സമയത്ത് ഒരു വനിതാ പോലീസ് വന്നിട്ട് രേവതിനെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാ. പുറത്തേക്ക് കൊണ്ടെങ്കിൽ നിർത്തി, ഇവിടെ നിൽക്കുക, ഇനി അകത്തേക്ക് കയറുന്ന വെറുതെ തല്ലി മേടിച്ച് കൂട്ടണ്ടെന്ന് പറയണം. അങ്ങനെ പുറത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രേവതിയുടെ അരിയിലേക്ക് ശ്രീകാന്തും ദേവുവും കൂടെ ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങുവാണ്. ദേവുവിനെ കണ്ടതും രേവതി ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശ്രീകാന്ത് ചോദിച്ചു, ഏട്ടൻ എന്തിയെ, ഏട്ടനകത്തുണ്ടെന്ന് പറയാണ്. ശ്രീകാന്ത് പിന്നീട് അവിടെ നിന്ന് പോലീസുകാരോട് ഞങ്ങൾ അകത്തേക്കൊന്ന് പൊക്കോട്ടേ ചോദിക്കുകയാണ്. പൊക്കോളാൻ പറയണം. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പം ശ്രീ സച്ചിയും മഹേഷും കൂടെ അകത്തിരിക്കുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ദേഹവാസകലം അടിയിടിയും കൊണ്ട് പാടുകളാണ് ഉണ്ടായിരുന്നത്.
സച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചേട്ടാ ഇത് എന്ത് പറ്റി, ഏട്ടൻ എന്ത് പരിപാടിയെ കാണിച്ചേ, ഞാൻ ഏട്ടനോട് പറഞ്ഞല്ലായിരുന്നു ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന്. എടാ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇത് കേട്ടപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എസ് ഐയുടെ കർണത്തടിച്ചാൽ പിന്നെ വെറുതെ വിടുവോന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ കേസ് കഞ്ചാവ് കടത്തിയ പേരിന്റെ പേരിലല്ല, എസ് ഐന്റെ തല്ലിയതിന്റെ പേരിലാന്ന് പറയാം. എന്ത് പരിപാടി ഏട്ടാ കാണിച്ചേ. എടാ എനിക്ക് ആളറിയാതെ പറ്റിയതാ, അത് എസ് ഐ ആന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. നീ ഒരു കാര്യം ചെയ്യാം, രേവതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ഏട്ടാ ഞാൻ ഏട്ടത്തിയോട് പറഞ്ഞിട്ടുണ്ട്, ഏട്ടത്തി പോകും തോന്നുന്നുണ്ടോ? അതെനിക്കറിയാം, അവൾ ഇവിടെ തന്നെ നിൽക്കത്തുള്ളൂ. നീ അവളെ വിളിച്ചോണ്ട് പോ. ഏട്ടൻ ഇങ്ങനെ അകത്ത് കിടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ ഏട്ടാ പോണേ? അതൊന്നും കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അച്ഛനെ വിളിച്ച് പറയട്ടെ ഏതെങ്കിലും വക്കീലിനെ ഏർപ്പാടാക്കാനായിട്ട്. അതൊന്നും വേണ്ട, അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് വല്ലാത്ത വിഷമം, അതുകൊണ്ട് വേണ്ട, നീ ഇവളെയും കൂട്ടി പോകാൻ നോക്ക്. ഈ സമയത്ത് ശ്രീകാന്ത് എന്ത് വേണം, നേരത്തെ അവിടെ കണ്ട പോലീസുകാരൻ്റെ അടുത്തേക്ക് എന്ത് പരിപാടിയാണ് സാറേ കാണിച്ചേ? എൻ്റെ ഏട്ടനെ ഇമാതിരി എന്തിനാ തല്ലി ചതിച്ചിരിക്കുന്നത്? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഏട്ടനെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. കണ്ടു, മനുഷ്യാവകാശ കമ്മീഷൻ ഞങ്ങളും കൂടെ പരാതി കൊടുക്കുമെന്ന് പറയാ. ഇത് കേട്ടത് ആ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ ഏട്ടൻ ചെയ്ത് എന്താണെന്നറിയാവോ? ഇവിടുത്തെ എസ് ഐനെ തല്ലി, ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ, കൊണ്ട മനുഷ്യാവകാശ കമ്മീഷന് കേസ് കൊടുക്കുക, പിന്നെ എന്ത് ചെയ്യണം ഞങ്ങളും കാണിച്ചു തരാമെന്ന് പറയണം. സാറേ എന്തായാലും ഈ ചെയ്ത് നെറുകേടായിപ്പോയി, കൂട്ടുകാരനെ കാണാൻ വന്നതിന്റെ പേരിൽ ഇവിടെ കയറ്റിയിട്ട് ഇടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അവസ്ഥയില് ഇതത്ര ശരിയല്ലാന്ന് പറയണം. പെട്ടെന്ന് രേവതി അയാളുടെ മുന്നിൽ കൈ നീട്ടിട്ട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, സാറേ എന്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യുന്നവനല്ല, അവൻ നല്ലവനയാള്, ആരുടെയും കണ്ണീര് കണ്ടിട്ട് അവരെ സഹായിക്കുകയോ ചെയ്യുന്നേ. ഇപ്പൊ ഇവിടെയാണെങ്കിലും സ്വന്തം കൂട്ടുകാരൻ ഈ അവസ്ഥ വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാ ഇവിടെ ഇല്ലാഞ്ഞിട്ട് പോലും ഓടി ഇങ്ങോട്ട് വന്ന് ഒരു തെറ്റും ചെയ്യാത്ത അദ്ദേഹത്തിന് എന്തിനാ സാറേ വെറുതെ പോലീസ് സ്റ്റേഷൻ ഇട്ടേക്കുന്നത്? അദ്ദേഹത്തിന് തുറന്നു വിടണം, അതേപോലെ തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കൈകൂപ്പാണ്. ഈ സമയത്ത് സച്ചി പറഞ്ഞു, നീ എന്തിനാ രേവതി അയാളുടെ മുന്നിൽ കൈകൂപ്പുന്നേ? വെറുതെ എന്തിനാ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ആരുടെ മുന്നിൽ നീ താഴണ്ടാന്ന് പറയണം. കേട്ടില്ല, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? അവൻ കുറച്ചാൾ അകത്ത് കിടക്കണം, എന്തായാലും അവൻ പഠിക്കോളെന്ന് പറഞ്ഞു. രേവതി ഒന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് സച്ചിയോട്. സാറേ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോന്ന, ക്ഷമിക്ക്. പിന്നെ ക്ഷമിക്കാന് അവനൊന്നും ഇനി അങ്ങനെ എത്ര പെട്ടെന്ന് വിടാൻ പറ്റില്ല. കോടതിയിൽ പോയി നിങ്ങൾ കേസ് തെളിയിച്ചിട്ട് നിങ്ങൾ ഇനിയിപ്പോൾ അവിടുന്ന് പോകാൻ രക്ഷപ്പെടാൻ നോക്ക്, അല്ലാതെ ഇവിടുന്ന് ഒരു കാരണവശാലും അവനെ പുറത്തു വിടില്ലെന്ന് പറയണം. ശ്രീകാന്തിനോട് സച്ചി പറഞ്ഞു, നീ അവളെയും കൂട്ടി പോകാൻ നോക്കാൻ പറയണം. ശ്രീകാന്ത് രേവതിനെയും കൊണ്ട് പുറത്തേക്ക് വരുവാണ്. ഇനി നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ല ഏട്ടത്തി, എത്രയും പെട്ടെന്ന് സച്ചിയേട്ടനെ പുറത്തെടുക്കാനുള്ള കാര്യങ്ങൾ നടത്തണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഒരു പക്ഷേങ്കില് സച്ചിയേട്ടൻ്റെ കാറിനകത്തേക്ക് ആ കഞ്ചാവൊക്കെ കടത്തിയ രണ്ടുപേരെന്നല്ല പറഞ്ഞേ. അപ്പൊ അവരൊരു കടയുടെ മുന്നിൽ നിന്നല്ല കയറ്റിയെന്നല്ല പറഞ്ഞേ. മഹേഷ് ചേട്ടൻ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും തന്നിട്ടില്ലേ? നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിച്ചാലോ? ആ കടയുടെ അവിടെ ഒരുപക്ഷെ CCTV ദൃശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആരെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ രേവതിക്ക് തോന്നി നല്ല കാര്യമാണ്. അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വനിതാ പോലീസ് അതിലൂടെ അങ്ങോട്ട് വരുന്നേ. അപ്പോൾ വനിതാ പോലീസ് വന്നപ്പോൾ തന്നെ രേവതി എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവാ, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നിങ്ങളൊന്ന് പറയുവാണെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, കോടതിയിൽ എത്തിക്കുന്നതിന് മുമ്പ് രക്ഷിക്കാൻ പറ്റിയെങ്കിലോ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ നേരെ ജയിലിലേക്ക് വിടത്തുള്ളൂ പറയാണ്. അതിപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യ്, വലിയ ഉയർന്ന വല്ല രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഉയർന്ന വല്ല പോലീസ് ഉദ്യോഗസ്ഥരെ കാണുക, എനിക്ക് മാത്രം ഇനിയിപ്പം നിങ്ങളുടെ ചേട്ടനെ നീക്കൂടുന്ന് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം രേവതി ശ്രീകാന്തിനോട് ചിനി നമ്മൾ എന്ത് ചെയ്യും? ശ്രീകാന്തിന് എടുത്ത് വിഷമിക്കേണ്ട, നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.